മക്കയിലെ മുശ്രിക്കുകൾക്ക് റുബൂബിയത്തിൽ ശിർക്കുണ്ടായിരുന്നില്ല. സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും അള്ളാഹു മാത്രമാണ് എന്ന് മക്കയിലെ എല്ലാ മുശ്രിക്കുകളും അംഗീകരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ നിന്ന് ആ കാര്യം വ്യക്തമാണ്. റുബൂബിയത്ത് അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അതിൽ മറ്റാർക്കും യാതൊരു പങ്കുമില്ല എന്ന് നീ അവരോട് ചോദിച്ചു നോക്കൂ. ചോദിച്ചാൽ ലയഖൂലുന്ന, മുശ്രിക്കുകൾ പറയുക തന്നെ ചെയ്യും, ഒക്കെ ആരാ? എല്ലാം അള്ളാഹുവാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ റബ്ബ് അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നൽകാത്തത് എന്ന ആശയമാണ് ഇത്തരം ആയത്തുകളുടെ അവസാനത്തിൽ അള്ളാഹു അവരോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് ശിർക്ക് സംഭവിച്ചത് ഉലൂഹിയത്തിൽ മാത്രമാണ്. ആരാധന ദുആ അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവർക്കും നൽകാം. ഇതിൽ തന്നെ രണ്ട് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഖുബൂരികൾ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാകാനുള്ള കാരണം അതിലൊന്നാമതായി നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അടിയന്തര ഘട്ടങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തത്. എന്നാൽ നോർമൽ കേസുകളിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു. അടിയന്തര ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം. എന്നാൽ ഇന്നത്തെ ഖുബൂരികളും സമസ്തക്കാരും ശൈഖിന്റെ കാലഘട്ടത്തിലുള്ള ആളുകളും അടിയന്തര ഘട്ടത്തിൽ ഔലിയാക്കന്മാരോടും നോർമൽ കേസിൽ അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നവരാണ്. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതിൽ തന്നെ ഇവർ മക്കാ മുശ്രിക്കുകളെക്കാൾ ബേക്കിലാണ്. ഇനി റുബൂബിയത്തിൽ പങ്കു ചേർക്കാത്ത മക്കാ മുശ്രിക്കുകൾ ഉലൂഹിയത്തിൽ പങ്കു ചേർത്തു, ദുആ പലർക്കും കൊടുത്തു. പക്ഷേ മുദബ്ബിറുൽ ആലം, സൃഷ്ടാവ് പരിപാലകൻ, അത് അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ചു. എന്നാൽ ഇന്നത്തെ മുശ്രിക്കുകൾ എന്നാൽ സമസ്തക്കാരെ പോലെയുള്ള ശിർക്ക് ചെയ്യുന്ന ഖുബൂരികൾ, ശൈഖിന്റെ കാലഘട്ടത്തിലെ ആളുകൾ, അവരൊക്കെ കലിമ ചൊല്ലിയ, രണ്ട് സാക്ഷ്യവചനങ്ങളും ഉച്ചരിക്കുന്ന, ഇബാദത്തെടുക്കുന്ന മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. അവരെക്കുറിച്ചാണ് മുശ്രിക്കുകൾ എന്ന് ശൈഖ് നേരത്തെ പലയിടങ്ങളിൽ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ആ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന മുശ്രിക്കുകൾ ഉലൂഹിയത്തിൽ മാത്രമല്ല റുബൂബിയത്തിലും ശിർക്ക് വെച്ചു. ഇതാണ് മൂന്നാമത്തെ കാരണം. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കലും റുബൂബിയത്തിൽ ശിർക്ക് വെച്ചിട്ടില്ല. അപ്പൊ നോക്കൂ, ഇതുകൂടി മനസ്സിലാക്കുമ്പോൾ വളരെ അപകടം പിടിച്ച, ഒരിക്കലും ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഒരു നിലക്കും പ്രവേശിച്ചിട്ടില്ലാത്ത, ഒരു നിലക്കും മുസ്ലിമായി പരിഗണിക്കാൻ പറ്റാത്ത ഒരു വർഗമാണ് ഈ ഖുബൂരികൾ എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മക്കയിലെ മുശ്രിക്കുകൾ സൃഷ്ടാവും റിസ്ക് നൽകുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും മഴ വർഷിപ്പിക്കുന്നവനും ഒക്കെ അള്ളാഹു ആണ്, അതിൽ വേറെ ആർക്കും യാതൊരു പങ്കുമില്ല എന്ന് വിശ്വസിച്ചപ്പോൾ റിസ്ക് തരാനും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും അതുപോലെ തന്നെ ഹിദായത്തിലാക്കാനും സ്വർഗത്തിലാക്കാനും ഇതിനൊക്കെ ഔലിയാക്കളായ ആളുകൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് ആധുനിക മുശ്രിക്കുകൾ. ഇതിന് ഉദാഹരണമായി, റുബൂബിയത്തിലുള്ള ശിർക്കിന് ഉദാഹരണമായി ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യം, അപ്പൊ ഈ സൂഫികളുടെ, അതായത് ഖുബൂരികളുടെ, സമസ്തക്കാരുടെ വിശ്വാസമനുസരിച്ച് ഒരു പണ്ഡിതൻ അതിന് പേര് കൊടുത്തിട്ടത് അൽ മംലക്കത്തു സൂഫിയ എന്നാണ്. സൂഫി സാമ്രാജ്യം, കിങ്ഡം. അപ്പൊ ലോകം നിയന്ത്രിക്കാൻ അള്ളാഹുവിന് പുറമെ, അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ മേലെയായി ഒരു ഭരണകൂടം ലോകത്ത് നിലനിൽക്കുന്നു. ഇത് നമ്മൾ കാണാത്ത ഒരു സാമ്രാജ്യം. അതിന്റെ ഏറ്റവും തലപ്പത്തുള്ളത് അള്ളാഹു അല്ല. അള്ളാഹുവിനെതിരെ യാതൊരു അധികാരവും ഇല്ല. ഏറ്റവും മേലെയുള്ള ആൾക്കാണ് ഗൗസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലെ ഖുബൂരികൾ, സമസ്തക്കാരായ ആൾക്കാർ അൽ ഗൗസുൽ ആലം, അധികവും ഗൗസ് എന്ന് മാത്രമല്ല അൽ ഗൗസുൽ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ, ഏറ്റവും വലിയ സഹായം അല്ലെങ്കിൽ സഹായി എന്നാണ്. അപ്പൊ ഏറ്റവും വലിയ സഹായി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മേലെ പോയി. അപ്പൊ ആ പേര് എന്നതാണ് ഏറ്റവും മഹത്വമേറിയ, മഹാനായ, വലിയവനായ സഹായി എന്ന അർത്ഥത്തിലാണ്. ഇത് ലോകത്ത് ഒരാളെ ഉള്ളൂ, അള്ളാഹു അല്ല. എന്നാൽ ഈ ഖുബൂരികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ 3 അഭിപ്രായക്കാരുണ്ട്. കാരണം പല പേരിൽ അറിയപ്പെടുന്ന ഖുബൂരികളുണ്ട്, മുശ്രിക്കുകളുണ്ട്, അവർക്ക് പ്രത്യേകം ശൈഖുമാരുണ്ട്. അപ്പൊ പല വിഭാഗക്കാരും അവരുടെ നേതാവിനെ ആണ് ഈ അൽ ഗൗസുൽ ആലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഗ്രൂപ്പസിത്തിന്റെ ഭാഗമായി ലോകത്ത് അറിയപ്പെട്ട അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഏകോപിച്ച് കാഫറാണ് എന്ന് വിധി പ്രസ്താവിച്ചിട്ടുള്ള, കടുത്ത കുഫ്ർ രേഖപ്പെടുത്തിയിട്ടുള്ള, എന്നാൽ ഫിർഔനെ വരെ മുസ്ലിമാക്കിയ ആളാണ്. അങ്ങനെ തനി കുഫ്ർ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ളവരാണ് ഇബ്നു അറബി എന്നറിയപ്പെടുന്ന ആൾ. ഇബ്നുൽ അറബി അല്ല, അലിഫ്ലാമില്ല, ഇബ്നു അറബി. ഇബ്നുൽ അറബി എന്ന് പറഞ്ഞാൽ സുന്നികളിൽപ്പെട്ട, അതായത് അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഒരു അലിഫ്ലാമിന്റെ വ്യത്യാസം. ഇത് ഇബ്നു അറബി. ഈ ഇബ്നു അറബി എന്ന കടുത്ത ഖാഫറായി പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് ഈ ഗൗസുൽ ആലം എന്ന് അദ്ദേഹത്തിന്റെ സൂഫിസം അംഗീകരിച്ച ആളുകൾ അയാളെ കുറിച്ച് പറയുന്നു. രണ്ടാമതൊരാള്
തിജാനിയാണ്. ഈ തിജാനി എന്നും തീജാനി എന്നും വായിക്കാറുണ്ട്. അപ്പൊ ഈ തീജാനി എന്ന് പറയുന്നത് ഇബ്നു അറബിയെ പോലെ ജീലാനിയെ പോലെ അറിയപ്പെടുന്ന ഒരു തരീഖത്തിന്റെ ഇമാമാണ്. അപ്പൊ തീജാനിയാണ് അല്ലെങ്കിൽ തിജാനിയാണ് ഈ ഗൗസുൽ ആലം എന്ന് ആ തരീഖത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നു. പിന്നൊന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അംഗീകരിക്കുന്ന ജീലാനി തരീഖത്താണ്, അതായത് അബ്ദുൽ ഖാദർ ജീലാനിയുടെ തരീഖത്ത്. അപ്പൊ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും ആ ജീലാനിയെ അള്ളാഹുവിനേക്കാൾ അപ്പുറത്തുള്ള ശക്തിയായി വിശ്വസിക്കുന്ന ആളുകളും അവകാശപ്പെടുന്നത് ഗൗസുൽ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സഹായി എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ ജീലാനിയാണ്. അപ്പോ ഖുറാഫികൾക്കിടയിൽ സൂഫികൾക്കിടയിൽ തന്നെ ഈ മൂന്ന് അഭിപ്രായങ്ങളുണ്ട്, മൂന്ന് ആളുകളെ കുറിച്ച്. കാരണം മൂന്ന് പാർട്ടിയാണ്, മൂന്ന് തരീഖത്താണ്, മൂന്ന് സൂഫിസമാണ്. അപ്പോ ഈ മൂന്നാളുകളും മൂന്ന് കൂട്ടരും മൂന്നാളുകളെ കുറിച്ച് ഗൗസുൽ ആലം എന്ന് പറയുന്നു. അപ്പൊ ആരായാലും ശരി, ഇവിടെ ഏത് വിഭാഗക്കാരായാലും ഇബ്നു അറബിയെ കുറിച്ച് പറഞ്ഞാലും തിജാനിയെ കുറിച്ച് പറഞ്ഞാലും ജീലാനിയെ കുറിച്ച് പറഞ്ഞാലും മൂന്നും അള്ളാഹുവിന്റെ മീതെ സഹായിയായി ഇങ്ങനെ ഒരാളുണ്ട് എന്നാണ് ഖുബൂരികളുടെ വിശ്വാസം. ഒന്നല്ലെങ്കിൽ വേറൊരാളെ കുറിച്ച്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഖുറാഫി സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ആരാണ്? അബ്ദുൽ ഖാദർ ജീലാനിയാണ് ഗൗസുൽ ആലം എന്നാണ്. ഇത് ഇവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗൗസുൽ ആലമാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും എല്ലാ കാലത്തും എല്ലാ സമയത്തും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുസീബത്തുകൾ, ശദായിദുകൾ, ആപത്തുകളും വിപത്തുകളും കഠിന പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അവരുടെ താല്പര്യമെന്തോ ആഗ്രഹമെന്തോ അതൊക്കെ അവർക്ക് സാധിച്ച് നേടിക്കൊടുക്കുന്നതും ഈ ഗൗസുൽ ആലമാണ്. അതുകൊണ്ടാണല്ലോ ജീലാനി എന്ന് വിളിക്കുന്നത്. എപ്പോഴും സമസ്തക്കാരൻ ജീലാനി എന്ന് വിളിക്കാൻ കാരണം ജീലാനി എല്ലാം ശരിയാക്കി തരും, എല്ലാ മുസീബത്തും നീക്കും, എല്ലാ പ്രയാസവും നീക്കും, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും. ആരല്ല? അള്ളാഹു അല്ല. അല്ലെ, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനേക്കാൾ ഇതൊക്കെ പെട്ടെന്ന് സാധിച്ചു തരിക ആരാണ്? ജീലാനിയാണ്. അതുകൊണ്ടാണ് വല്ലാ നീലത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്ന് പറയുന്നത്. വിളിച്ചാൽ ഉത്തരം കിട്ടുന്നത് അള്ളാഹുവിനേക്കാൾ ആരാണ്? മൊയ്തീൻ ശേഖനെ വിളിക്കലാണ്, അബ്ദുൽ ഖാദർ ജീലാനെ വിളിക്കലാണ്. ഇതൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചതാണ്, നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ എഴുതിയതാണ്. ഇനി ഈ ഗൗസുൽ ആലമിന്റെ താഴെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ രാജാവിന്റെ കീഴിൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാർ, സഹമന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഉള്ളതുപോലെ ഈ സൂഫി സാമ്രാജ്യത്തിലും ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഗൗസുൽ ആലം എന്ന് പറയുന്ന ജീലാനി അല്ലെങ്കിൽ തിജാനി അല്ലെങ്കിൽ ഇബ്നു അറബി, അയാളുടെ കീഴിൽ അഖ്താബുകളുണ്ട്. അഖ്താബ് എന്ന് പറഞ്ഞാൽ കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഭൂമിന്റെ അച്ചുതണ്ടൊക്കെ നമ്മൾ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. അച്ചുതണ്ട് കേന്ദ്രബിന്ദു, അതിന്റെ ചുറ്റുമാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ അച്ചുതണ്ടുകളായി അറിയപ്പെടുന്ന ആളുകളാണ് കുത്തുബ് എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് അഖ്താബ്. ഇത് 7 ആളുകളാണ്. അപ്പോ ജീലാനിയുടെ, അബ്ദുൽ ഖാദർ ജീലാനിയുടെ കീഴിൽ 7 കുത്തുബുകളുണ്ട്, 7 കേന്ദ്ര ബിന്ദുക്കളുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഇനി അഖ്താബ് കഴിഞ്ഞാൽ പിന്നെ ഔത്താദ് എന്ന് പറയുന്ന 3 അല്ലെങ്കിൽ 4, 2 അഭിപ്രായങ്ങളും അവരെ ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാം. ഇങ്ങനെ 3 or 4 ആളുകളുണ്ട്. ഔത്താദ്. വത്തിദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ അതിന്റെ അർത്ഥം കുറ്റി, തറി. ഇപ്പൊ പശുവിനെ മൂരിനെ കെട്ടാൻ തറിയത്തില്ല നമ്മൾ, നാട്ട. ഇതൊക്കെയാണ് വത്തിദ് തന്നെ. കുറ്റി, ആപ്പ്, പൂള്, ചീള് എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പിച്ചെത്താൻ പറ്റുന്ന സാധനം. അപ്പൊ മതിൽ കെട്ടുമ്പോ കരിങ്കല്ല്, വലിയ കല്ല് ഇളകാതെക്കാൻ എന്താ ചെറിയൊരു പൂള വെച്ച് കൊടുക്കുക, അല്ലെ? ആപ്പ്, പൂള് എന്നൊക്കെ പറയും. ഇതാണ് വത്തിദ്, കുറ്റി. ടെന്റ് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന തറികൾ ഒക്കെ. അപ്പൊ ഈ ആ വാക്ക് തന്നെ മനസ്സിലാവും. പർവ്വതങ്ങളെ അള്ളാഹു ഔത്താദാക്കിയിരിക്കുന്നു എന്ന് ഖുർആനിലുണ്ട്. ഇതാണ് ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ ആണികളാക്കി. എന്തിനെ? പർവ്വതങ്ങളെ. അതുപോലെ ഈ പ്രപഞ്ചത്തെ വ്യവസ്ഥാപിതമായി നിലനിർത്തുന്ന ആണിക്കല്ലുകളാണ് ഈ ഔത്താദുകൾ. 3, 4 ആളുകൾ. അഖ്താബ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെ ഇവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയൊന്നായി തകർന്നു പോകും, എന്നാൽ ലോകം തന്നെ നശിച്ചു പോകും എന്നാണ് സൂഫികളുടെ വിശ്വാസം. കാരണം ഇതുമലൊക്കെ നമ്മൾ ആണിയടിക്കുന്നുണ്ട്. ആണി പോയ പിന്നെ ഇളകൂലേ, പലകൊക്കെ ഇളകിപ്പോവും, കാലിളകും, പിന്നെ മറിഞ്ഞു വീഴും. അതുപോലെ ഈ പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ആണിക്കല്ലുകളായ 3, 4 ഔത്താദുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അബ്ദാലുകൾ. ബദൽ എന്നാൽ പകരക്കാരൻ. നമ്മൾ ബദൽ എന്ന് വല്ലാത്ത ഉപയോഗിക്കുമല്ലോ, പകരം ഉള്ളത്, പകരം സ്ഥാനത്ത് വന്നത് അബ്ദാലുകൾ. ഈ അബ്ദാലുകൾ എന്ന് പറയുന്നത് 2, 3, 4 എന്നല്ല, 7 അല്ല, 40 ആളുകളുണ്ട്. ഇവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലകൊള്ളും. ഈ ആളുകളുടെ പണി പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക, കൈകാര്യം ചെയ്യുക. തസറുഫ്, തദ്ബീർ. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി പിന്നെ മലക്കൂത്തടക്കം അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ അബ്ദാലുകളാണ്. അതിന്റെ താഴെ 5ാമതായി നുജബ എന്ന് പറയുന്ന വേറൊരു ടീമുണ്ട്.
നുജബ. നജീബ് എന്ന് പറഞ്ഞാലും അറബിയിൽ അതിന്റെ അർത്ഥം സമർത്ഥൻ, നിപുണൻ, കഴിവുറ്റവൻ എന്നൊക്കെയാണ്. അപ്പൊ ആ കഴിവുറ്റവർ എന്ന പേരിൽ അറിയപ്പെടുന്ന നുജബാക്കൾ. നുജബാക്കൾ എന്ന് പറയുന്നത് 70 ആളുകളുണ്ട്. 40 വിട്ടു, 70ആയി. ഈ 70 ആളുകൾ താമസിക്കുന്നത് ഈജിപ്തിലാണെന്നാണ് സൂഫികളുടെ വിശ്വാസം. ഈജിപ്ത് കേന്ദ്രമായി. ചില ആളുകൾ ഷാം ഒക്കെ പറഞ്ഞു കാണാൻ വ്യത്യസ്ത അഭിപ്രായങ്ങളെ കൂട്ടത്തിലുണ്ട്. ഇവരാണ് സൃഷ്ടികളുടെ എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും ഏറ്റെടുക്കുന്നത്. നമുക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നത് ഈ നുജബാക്കളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ ഒരു വിഭാഗമുണ്ട്. അതാണ് നുഖബാ എന്നറിയപ്പെടുന്നത്. നുഖബാ എന്നാൽ നേതാക്കന്മാർ എന്നാണ് അർത്ഥം. അത് ഓരോ കാലഘട്ടത്തിലും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകാനാണ്. കുറഞ്ഞത് 300, കൂടിയാൽ 500. 300നും 500നും ഇടക്കുള്ള ഈ പറയുന്ന നുഖബാ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരുടെ പണി എന്താ വെച്ചാൽ ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന്, ഈ പെട്രോളൊക്കെ കൊണ്ടുവരുന്ന മാതിരി ഭൂമിയുടെ അടിയിൽ നിന്ന്, ഭൂമിന്റെ ഉള്ളറകളിൽ നിന്ന് പല വസ്തുക്കളും പുറത്തേക്ക് കൊണ്ടുവരിക. ഒരു മറ്റേ ഖനി തൊഴിലാളികളെ പോലെ. ഖനി തൊഴിലാളി നമുക്ക് കാണാമല്ലോ. ഇത് കാണാത്ത ഉള്ളറകളിൽ നിന്ന് പുറത്തേക്ക് വസ്തുക്കൾ കൊണ്ടുവരുന്ന ആളുകൾ. അപ്പൊ ഇത്രയും ഗൗസുൽ ആലം, അത് കഴിഞ്ഞിട്ട് കുത്തുബ് കഴിഞ്ഞിട്ട് വത്തിദ്, വത്ത് കഴിഞ്ഞിട്ട് അബ്ദാൽ കഴിഞ്ഞിട്ട് നുജബ, പിന്നെ നുഖബ. അപ്പൊ ഗൗസുൽ ആലമിന്റെ കീഴിൽ ഈ 5 വിഭാഗങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും മേലെ നിൽക്കുന്ന ആളാണ് അൽ ഗൗസുൽ ആലം. ആ ഗൗസുൽ ആലമാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ വിശ്വാസം അനുസരിച്ച് അബ്ദുൽ ഖാദിർ ജിലാനി. അപ്പൊ പിന്നെ അള്ളാഹുവിന് എന്ത് പണിയാനുള്ളത്? ഇതൊക്കെ വരെ കയ്യില. അള്ളാഹ്ക്ക് പിന്നെ ഒന്നുമില്ല. ഒരു പണ്ഡിതൻ ചോദിക്കാൻ, പിന്നെ അള്ളാഹ്ക്കിന് എന്താ ബാക്കിയുള്ളത്? ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ നിയന്ത്രണം, കൈകാര്യകർത്തൃത്വം, ഇതിലിനി അള്ളാഹുവിനെന്തുണ്ട്? അള്ളാഹു എവിടെ കിടക്കും? അപ്പൊ അതുകൊണ്ടാണ് അൽ ഗൗസുൽ ആലം, ഏറ്റവും മഹാനായ സഹായി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ജീലാനിയുടെ കയ്യിലാകും. ഇത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ എഴുതിയിട്ടുള്ള ജീലാനിയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, ജീലാനിയെ കുറിച്ച് അറബിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അതിനെഴുതിയിട്ടുള്ള ഷർഹുകൾ, ഇതൊക്കെ പരിശോധിച്ചാൽ ഇത് വെറുതെ അല്ല, ഇവർക്ക് അങ്ങനെ വിശ്വാസമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഒന്ന് ഈ പറയുന്ന അൽ മംലക്കത്ത് സൂഫിയ, ഇതെന്താണ്? റുബൂബിയത്തിലുള്ള ശിർക്കാണ്. കാരണം ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ആളുകളാണ്. അപ്പൊ എന്തായി? അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അപ്പുറത്ത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാനും കൈകാര്യം ചെയ്യുവാനും വ്യവസ്ഥപ്പെടുത്തുവാനും കൊണ്ടുപോകുവാനും, അതായത് റുബൂബിയത്ത്, ഇതിന് അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന് മീതെയായി ഇത്തരം ആളുകളുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ വിശ്വസിച്ചു. ഇത് മക്കയിലെ ഒരു മുശ്രിക്കും, അബൂജഹലു, ഉത്ബൈ, ഷൈബൈ, അബൂലഹബൊക്കെ പോട്ടെ, അതിനേക്കാളൊക്കെ താഴെയുള്ള ഒരു മുശ്രിക്ക് പോലും, ഒരു മുശ്രിക്ക് കുട്ടി പോലും ഇപ്പറഞ്ഞ റുബൂബിയത്ത് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ പോട്ടെ, നിയന്ത്രണമൊക്കെ പോട്ടെ, ഒരു മഴ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അള്ളാഹുവാണ്. ഇത് മക്കയിലെ മുശ്രിക്ക് പറഞ്ഞ മറുപടിയാണ്. എന്നാൽ ഇവരെന്ത് ചെയ്തു? ഒന്നായി, പ്രപഞ്ചം ഒന്നായി ഈ പറയുന്ന ആളുകൾ ഏൽപ്പിച്ചു കൊടുത്തു. അള്ളാഹു പുറത്തായി. ഇനി നമ്മുടെ നാട്ടിൽ നബിദിനത്തിനും അല്ലാതെയും എനിക്കുണ്ട് ചില സ്ഥലങ്ങളിൽ മാസത്തിലൊരിക്കൽ ഈ ബുർദ വെയ്ത്ത് ചെല്ലുന്ന സമസ്തക്കാരുടെ ചില കേന്ദ്രങ്ങളുണ്ട്. ഞാൻ അടുത്തവിടെ ഒരു ബോർഡ് കണ്ടു. മാസത്തിൽ ഏതോ ഒരു ഒന്നാണ് 4 എല്ലാ ആഴ്ചയിലാണെന്ന് മറന്നുപോയി. ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ മജ്ലിസ് പള്ളിയിൽ വെച്ച് നടത്തും. ബുർദ എന്ന ബൂസീരി എന്നറിയപ്പെടുന്ന ഒരാൾ എഴുതിയിട്ടുള്ള നബിയെ സംബന്ധിച്ച ഒരു സ്തുതി ഗീതമാണ്. ഇത് നബിദിനത്തിന് പ്രത്യേകതും ബുർദ വെയ്ത്ത് ആ ബൂസീരി വെയ്ത്ത്, അതിലുള്ള ഒറ്റ വരി മാത്രം ഞാൻ വായിക്കാം. നബിയെ, നിങ്ങളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ദുനിയാവും അതിന്റെ ലറത്തും. ലറ എന്ന് പറഞ്ഞാൽ അറബിയിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുക 2ാം ഭാര്യ, അല്ലെങ്കിൽ ചക്കളത്തി, ചക്കളത്തി കൂടുള്ള ഒരാളുടെ മറ്റു ഭാര്യക്കാർ. അപ്പൊ ഇവിടെ ലറ എന്ന് പറഞ്ഞാൽ ജൂദിക്ക ദുനിയാവ ലറതഹ, ദുനിയാവും പിന്നെ അതിന്റെ ലറത്ത് എന്നാൽ പരലോകവും നബിയെ നിങ്ങളുടെ ഔദാര്യമാകും. ഔദാര്യത്തിൽപ്പെട്ടതാണ്. ഔദാര്യം വേറെയും കുറെ ഉണ്ട്, അതിൽ പെട്ട 2എണ്ണമാണ് ഈ പ്രപഞ്ചം. അപ്പൊ ദുനിയാവും പരലോകവും രണ്ടും ആരുതാ? നബിന്റെ ഔദാര്യമാണ്, നബിന്റെ ജൂതാണ്. പിന്നെ വമിൻ ഉലൂമിക്ക, നിങ്ങളുടെ നബിയെ നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദ്, അള്ളാഹുവിന്റെ ആകാശലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ ഫലകം, അതിലുള്ള കാര്യങ്ങൾ. ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമ്, പേനയുടെ, അതായത് അള്ളാഹു പേനയെ സൃഷ്ടിച്ചു, പേനയോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. എന്ത് എഴുതണമെന്ന് ചോദിച്ചു പേന. അള്ളാഹു മറുപടി പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതണം.
അപ്പൊ അത് അള്ളാഹു അറിയിച്ചു കൊടുത്തതനുസരിച്ച് പേന അത് മുഴുവൻ രേഖപ്പെടുത്തി എന്നാണ് സൂറത്തുൽ ഖലം വൽ നൂൻ വൽ ഖലം. അപ്പൊ ആ പേന ഈ കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തി. എന്നാ ഇവിടെ എന്താ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട എന്തെല്ലാം ഇൽമുണ്ടോ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേന അവന്റെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് എഴുതി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മിൻ ഉലൂമിക, നബിയെ നിങ്ങളുടെ അറിവിൽപ്പെട്ടതാകും. അപ്പൊ നബിക്ക് അറിയാത്ത ഒരു കാര്യവും ഈ ലോകത്തും ആകാശലോകത്തുമില്ല. ദുനിയാവും ആഖിറവും നബിയുടേതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ഷർഹുണ്ട്, അൽ ഖൗലുൽ മുഫീദ് അലാ കിതാബി തൗഹീദ് എന്ന് പറയുന്ന 2 വാള്യത്തിലുള്ള ഷർഹ്. ആ ഷർഹിൽ അദ്ദേഹം വിശദീകരിക്കുന്നിടക്ക് ഈ പദ്യം കൊടുത്തിട്ട് വിശദീകരിച്ചൊരു കാര്യം ഞാനവിടെ വായിക്കാം. ഖാല ഇബ്നു റജബ് വഗൈറുഹു, ഇബ്നു റജബും ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി പണ്ഡിതനാണ്, അദ്ദേഹവും അതുപോലെയുള്ള വേറെയും പല ആളുകൾ പറഞ്ഞ ഒരു കാര്യം, ഇന്നഹു ലം യത്റുക് ലില്ലാഹി ശൈഅൻ മാ ദാമത്തി ദുനിയ വൽ ആഖിറ മിൻ ജൂദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവും ആഖിറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത്തിൽ പെട്ടതാക്കിയ കാലത്തോളം അള്ളാഹുവിന് ഒന്നും ഇയാൾ വിട്ടിട്ടില്ല. ആര്? ഈ കവിത പാടിയ ബൂസീരി പറഞ്ഞ എന്താ? ദുനിയാവും ആഖിറവും നബിയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പാടി ആ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന് ഇനി ഒന്നും ഇവിടെ ബാക്കിയാക്കി വെച്ചിട്ടില്ല. അള്ളാഹ്ക്കൊന്നുമില്ല, ഒക്കെ നബിയുടേതാണ്. കാരണം ദുനിയാവും പോയി ആഖിറവും പോയി, പിന്നെ അള്ളാഹ് എന്താ? വനശ്ഹദു അന്ന മൻ യഖൂലു ഹാദാ മാ ശഹിദ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹ്. നമ്മളിത് അവിടെ ഉറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഇങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ മുഴുവൻ ഇത് പാടുന്നവരും കേൾക്കുന്നവരും സദസ്സിൽ പങ്കെടുക്കുന്നവരും അതിന് പൈസ കൊടുക്കുന്നവരും അതിന്റെ പോരിശ മനസ്സിലാക്കി അത് ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും ചെയ്യുന്നവരും ഒക്കെയാണ്. ഈ പറയുന്ന ഒരു വരിയാണ്, ഖുർആനിൽ വേറെയും കുറെ ഉണ്ട്. ഈ ഒരൊറ്റ വരി തന്നെ ആരെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ് എന്നവൻ സാക്ഷ്യം വഹിച്ചിട്ട് റസൂൽ പിന്നല്ലേ, അള്ളാഹുവിന്റെ അടിമയും റസൂലുമാകുന്നു മുഹമ്മദ് നബി എന്നുള്ള സാക്ഷ്യം. അപ്പോ മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഇത് ചൊല്ലിയവൻ സാക്ഷ്യം വഹിച്ചിട്ടില്ല. ബൽ ഷഹിദ അന്ന മുഹമ്മദൻ ഫൗഖല്ലാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയ അല്ല എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ മീതെയാണ് മുഹമ്മദ് നബി എന്നാണ് ഇത് ചൊല്ലുന്നവൻ സാക്ഷ്യം വഹിച്ചത്. അപ്പൊ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ മീതെ കൊണ്ടുപോയി വെച്ചു. കാരണം അതൊക്കെ റുബൂബിയത്ത്, ദുനിയാവ് എന്ന് പറയുന്നത് റുബൂബിയത്തപ്പെട്ട കാര്യമാണല്ലോ, പരലോകം തന്നെ. അപ്പൊ ഇതൊക്കെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നബിക്ക് കൊടുത്തു. അപ്പൊ നബിയെ അള്ളാഹുവിനേക്കാൾ മേലെയായി. കൈഫ യസിലു ബിഹിമുൽ ഗുലുവ്വു ഇലാ ഹാദൽ ഹജ്ജ്, ഈ ഒരു പരിധി വരെ ഇവരിൽ ഈ ഗുലുവ്വ് അതിരുകവിയൽ അവരെ കൊണ്ട് എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജൂതക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത ഗുലുവ്വാണ്, അതിരുകവിയലാണ് ശിർക്കിന്റെ കാര്യത്തിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടോ അദ്ദേഹം പറയാൻ, ഈ ഖുബൂരികളായ സൂഫികളായ സമസ്തക്കാരെ പോലെയുള്ള ആളുകൾ മോമനബിയുടെ കാര്യത്തിൽ ഉണ്ടായ ഈ ഗുലുവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഗുലുവിനേക്കാളും അപ്പുറത്താണ്. ഗുലുവ് എന്ന് പറഞ്ഞാൽ പരിധി കവിയെന്നാണ്, അതിന് വിട്ട് കിടക്കുക, അപ്പുറം പോവുക. എന്താ ക്രിസ്ത്യാനികളെക്കാൾ വലിയ ഗുലുവ്, ശിർക്ക്, കുഫർ ഇത് ചൊല്ലുന്ന, ബുർദ ചൊല്ലുന്ന, ബൂസിരിയുടെ ബേത്ത് ചൊല്ലുന്നവൻ ഉണ്ട് എന്ന് പറയാൻ കാരണം, ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ്. അള്ളാഹുവിൽ 3 ഭാഗങ്ങളുണ്ട്, ആ 3ൽ ഒരു ഭാഗമാണ് ഈസാ നബി എന്നാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത്. അപ്പൊ എന്താ? അള്ളാഹ് അവിടെ ഉണ്ട്, അള്ളാഹിനെ പൂർണ്ണമായി വായിച്ചു കളഞ്ഞിട്ടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ 3 ആളാണ്. ഒന്ന് അള്ളാഹു തന്നെ, പിന്നൊന്ന് ജിബ്രീൽ പരിശുദ്ധാത്മാവ്, പിന്നൊന്ന് അള്ളാഹുവിന്റെ പുത്രനായി അവർ വിശ്വസിക്കുന്ന ഈസാ നബി. അപ്പോ ഒരു ഭാഗേ ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ട്, 3-1 ആർക്കുണ്ട്? അള്ളാഹ്ക്കുണ്ട്. എന്നാൽ ഖുറാഫികൾ, സമസ്തക്കാരൻ, സൂഫികൾ അള്ളാഹിനെ തന്നെ പുറത്താക്കി. അള്ളാഹുവിന്റെ മീതെ ആരെ കൊണ്ടുപോയി വെച്ചു? നബിയെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ ക്രിസ്ത്യാനികളുടെ 3 ഇരട്ടി, 2 ഇരട്ടി, അല്ലെങ്കിൽ പറയുമ്പോ 3 ഇരട്ടി എന്നല്ല പറയാം, 3 ഇരട്ടി ഗുലുവ് ആർക്കുണ്ട്? സമസ്തക്കാരനുണ്ട്. എന്നിട്ട് ശേഖ് പറയാൻ, ഈ ആളുകൾ പറയുന്നു, ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഈസാ നബി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ 3-ൽ ഒരു ഭാഗമാണ്, ഇലാഹിന്റെ 3-ൽ ഒരു ഭാഗം. എന്നാൽ ഈ കുബൂരികൾ പറയുന്നത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് നബിയുടെ ഒരു ഹദീസ്, എന്താണ്? എന്നെ മൻ ദക്കറനീ ഫി മലഇൻ, ഒരു കൂട്ടം ആളുകളിൽ വെച്ച് എന്നെ ആരെങ്കിലും ഓർക്കുകയാണെങ്കിൽ, ഈ ആരുടെ കൂട്ടത്തിൽ വെച്ചാണോ പറഞ്ഞത് അവരെക്കാൾ ശ്രേഷ്ഠരായ, അതായത് മലക്കുകൾ അടുക്കൽ വെച്ച് അള്ളാഹുവിനെ ഓർത്തവനെ അള്ളാഹു അവിടെ വെച്ച് പറയും, പ്രസ്താവിക്കും. വാന മാ അബ്ദി ഇദാ
ദക്കറനി, എന്റെ അടിമ എന്നെ ഓർത്താൽ ഞാൻ ആ അടിമയുടെ കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മളെ കൂടെ നടക്കുന്നല്ല, അവന്റെ കൂടെ എന്റെ പ്രത്യേകമായ കാഴ്ച, കേൾവി, അറിവ്, പരിഗണന ഒക്കെ ഉണ്ടാവും. എന്നാൽ കുബൂരികൾ ആ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ അതിന്റെയും അപ്പുറത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ഓർത്താൽ നബി നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലെന്താ പറയണത്? അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ അള്ളാഹു ആ ഓർത്തവനെ കുറിച്ച് മലക്ക് അടുക്കൽ വെച്ച് പറയും, ഇന്ന മനുഷ്യൻ എന്നെ സ്മരിച്ചിരിക്കുന്നു, എന്നെ ഓർത്തിരിക്കുന്നു, എനിക്ക് ദിക്റിയല്ലിരിക്കുന്നു, എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അവന്റെ കൂടെ ഞാനുണ്ടാവും. അതിനപ്പുറത്തേക്ക് സൂഫികൾ പോയി എന്ത് ചെയ്തു? നബിയെ ഓർത്താൽ നബി നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ സ്ഥാനത്ത് ആരെ കൊണ്ടുപോയി വെച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി വെച്ചു. ഇതുകൊണ്ടാണ് നബിദിനത്തിന്റെ ലൈലത്തുൽ മൗലിദ് ഓതുന്ന ദിവസം ഈ ബൂസീരിയുടെ ഈ കെട്ടുകഥ വായിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഖാമു ജമീഅൻ ഖിയാമ റജുലിൻ വാഹിദ്, ഒരു 100 ആളുണ്ടെങ്കിൽ 100 ആളും കൂടി ഒരാൾ എഴുന്നേൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക്, അതിലെ വ്യത്യാസമല്ല, ഒരേ വേഗതയിൽ ഒറ്റ സ്റ്റെപ്പിൽ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിനാ എഴുന്നേൽക്കുന്നത്? ഇവരുടെ വിശ്വാസം നബിയുടെ പേര് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ ഹാജരാകും. ബുർദ ചെല്ലുന്ന സദസ്സിൽ നബി ഹാജരാകും. അപ്പോ ഈ സദസ്സിൽ ഹാജരാകുന്ന നബിയെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഈ ബുർദ ബൈത്ത് ഖസീദത്തുൽ ബൂസീരി ചെല്ലുന്ന ആളുകൾ എഴുന്നേൽക്ക് നിൽക്കുന്നത്, നബിയെ ബഹുമാനിച്ചുകൊണ്ട്. അപ്പൊ എന്താ? ബുർദ ബൈത്ത് പാടുമ്പോ നബി സദസ്സിൽ ഹാജരാകുമ്പോ നബിയെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക. എന്നൊരു ശൈഖ് ചോദിക്കാൻ, ഈ ആളുകളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചവർ, ഇവരെക്കാളും നമ്മെക്കാളും നബിയെ ബഹുമാനിച്ചവരാണ് സഹാബത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കടുക്കലേക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് സംസാരിച്ചുകൊണ്ട് കടന്നു വന്നാൽ ലാ യഖൂമൂന ലഹു, ജീവനുള്ള നബി കടന്നു വരുമ്പോ നബിക്ക് വേണ്ടി സഹാബത്ത് ആരും എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. ജീവനുള്ള നബി വരുമ്പോ, ഇത് മരിച്ചുപോയ നബി വരുന്നു എന്ന് ധരിച്ചിട്ടാണ് അവർ ഈ ബുർദ ബൈത്ത് ചെല്ലുന്ന സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒന്നുകിൽ അവർക്ക് അങ്ങനെ നബി ഹാജരാകും എന്നവർ ഭാവിക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു രൂപം, അവർ വാദിക്കുന്നതനുസരിച്ച് എന്തോ ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോ ശൈത്താൻ കൊണ്ടേ കാണിച്ചുടയുന്നില്ല, എന്തോ ഒരു കോലം, ഒരു ശബഹ് എന്ന് പറഞ്ഞാൽ ഒരു ആൾ രൂപം, അതാ നബി വന്നു എന്നൊക്കെ അവര് പറയുകയും, അല്ലെങ്കിൽ ഒരു രൂപം അവരുടെ വാദമനുസരിച്ച്, എന്നിട്ട് ആ നബി ഹാജരായതിനെ ബഹുമാനിക്കാൻ വേണ്ടി അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. വൻദുർ കൈഫ ബലഗത് ബിഹിം ഉഖൂലുഹും ഇലാ ഹാദൽ ഹജ്ജ്, ഇവരുടെ ബുദ്ധി, ഈ ചിന്ത അവരെ ഏതറ്റത്തെത്തിച്ചിരിക്കുന്നു എന്ന് നീ നോക്കുക. എന്നിട്ട് വീണ്ടും പറയാൻ, ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന, ബുർദ ബൈത്ത് ചെല്ലുന്ന, നബി ഹാജരാകുമെന്ന് വിശ്വസിക്കുന്ന, ഹാജരാകുന്ന നബിയെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ഖുബൂരികൾ, സൂഫികൾ, സമസ്തക്കാർ, അവർ മാ ശഹിദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു, നേരത്തെ പറഞ്ഞ എന്താ? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ്. ഇവിടെ പറയുന്നതോ മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഈ ബൈത്ത് ചെല്ലുന്നവന്റെ വിശ്വാസമില്ല. അവൻ ചെല്ലിയാലും അവൻ തന്നെ പൊളിച്ചു കളഞ്ഞു, അവന്റെ സാക്ഷ്യം നിലനിൽക്കുന്നില്ല. വഹാഉലാഇൽ മുഖർരിഫൂന മസാകീൻ, ഈ കെട്ടുകഥകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ ആളുകൾ സാധുക്കളാണ്. ഇദാ നളർനാ ഇലൈഹിം ബിഐനിൽ ഖദരി വനരിഖു ലഹും വനസ്അലുല്ലാഹ ലഹുമുസ് സലാമത വല്ലാഫിയ, നമ്മളൊരു ബഹുമാനത്തിന്റെ നിലക്ക് ഒരു കണ്ണുകൊണ്ട് അവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവർ ഇത്ര പൊട്ടന്മാരായിപ്പോയല്ലോ, ഇവർ സാധുക്കളായിപ്പോയല്ലോ, ഇവരിങ്ങനത്തെ അവസ്ഥയെപ്പെട്ടുപോയല്ലോ എന്ന് നമുക്ക് അവർക്ക് രക്ഷയുണ്ടാകട്ടെ, ആഫിയത്തുണ്ടാകട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും. എന്നാൽ മതത്തിന്റെ കണ്ണുകൊണ്ട് നമ്മൾ ഈ ആളുകളെ കുറിച്ച് നോക്കിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫഇന്നമാ യജിബു അൻ പ്രമാണം കൊണ്ട് അവരെ നേരിടുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാകുന്നു. ആരുടെ? തൗഹീദുള്ളവന്റെ ബാധ്യതയാണ്. ഈ ബൈത്ത് ചൊല്ലി ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഖുറാഫിയോട്, ഇവിടെ ഉപയോഗിച്ച വാക്കതാണ് ഖറഫ എന്നാൽ ഖുറാഫാത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, ഈ ഖുറാഫികളോട് തെളിവുദ്ധരിച്ചുകൊണ്ട് തർക്കിക്കാൻ നമ്മുടെ ബാധ്യതയാകുന്നു. ഹത്താ യഊദു ഇല സിറാത്തിൽ മുസ്തഖീം, ഇപ്പോൾ സിറാത്തുൽ മുസ്തഖീമിലല്ല, ചൊവ്വായ പാതയിലല്ല, ശൈത്താന്റെ പാതയിലാണ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവർ തിരിച്ചു വരുന്നത് വരെ അവരോട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അവരോട് നേരിടണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഇവരിപ്പോ അള്ളാഹുവിന്റെ മേലെ കൊണ്ടുപോയി വെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും നബിയെക്കുറിച്ച് പറയാൻ വേണ്ടി നബി കൽപ്പിച്ചതും നബിയെക്കുറിച്ച് പറയുന്നതിൽ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്താണ്? അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ എന്ന് നബിയെക്കുറിച്ച് പറയലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ശക്തമായ നിലയ്ക്ക് ഉബൂദിയ്യത്ത്, അടിമത്വം സമർപ്പിച്ച ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെട്ടവനും ഏറ്റവും സൂക്ഷ്മത തഖ്വ പുലർത്തിയവനുമാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്രത്തോളം കാലിൽ നീരുകെട്ടുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുണ്ടായിരുന്നു രാത്രി. അതിനെക്കുറിച്ച് ചോദിച്ചാൽ നബി പറയുന്ന മറുപടി, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ എന്നാണ് നബി ചോദിച്ചിരുന്നത്. കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നബിയാണ് ഇങ്ങനെ നമസ്കരിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തായ അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് ഷെയ്ഖിന്റെ വാചകം. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉത്തൈമീൻ പറഞ്ഞതനുസരിച്ച് ഈ ബുർദബയത്ത് ചെല്ലുകയും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ അവൻ മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ അടിമയായോ പ്രവാചകനായോ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ രണ്ട് സാക്ഷ്യവചനങ്ങളിൽ ഒന്ന് പോയാൽ തന്നെ എന്തായി? ഇസ്ലാമെന്ന് പുറത്തുപോയി. അപ്പൊ പിന്നെ പ്രത്യേകം പറയേണ്ടത്, കാരണം റുബൂബിയത്ത്, മുഹമ്മദ് നബിക്ക് റുബൂബിയത്തുണ്ട് എന്നാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പൊ രണ്ടെണ്ണായി. ഒന്ന് ജീലാനി റബ്ബാക്കി, മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ മേലെ കൊണ്ടുപോയാക്കി. ഇനി ഇവരുടെ മനാഖിബ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ ഗ്രന്ഥകർത്താവ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മഹത്വങ്ങൾ എന്നാണ് ആ ബുക്കിന്റെ പേര്. അതിൽ റിഫായി പറഞ്ഞതായി, റിഫായി എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ ജീലാനിയെ പോലെ ഇവർ അംഗീകരിക്കുന്ന വേറൊരു ഷെയ്ഖാണ് റിഫായി ഷെയ്ഖ്. ആ റിഫായി ഷെയ്ഖ് പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ്. ഗൗസുൽ ആലമിന്റെ ഇവിടെ ഈ ബുക്കിൽ ഗൗസുൽ ആലം എന്ന് പറഞ്ഞ ജീലാനിയെ കുറിച്ചാണ്. ഇത് ഇവരെ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന ഗൗസുൽ ആലമിന്റെ ഖദ്ദാമീങ്ങൾ, നമ്മുടെ സാധാരണ ഖദ്ദാമീങ്ങൾ അറിയാം, അറബിയിൽ ഖാദിം ഖുദ്ദാമാണ്, സേവകരായ എന്നാ മുരീദന്മാരായ ആളുകളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. മരിച്ചപ്പോ ഈ മരിച്ച ഖാദിമിന്റെ ഭാര്യ അബ്ദുൽ ഖാദർ ജീലാനിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് വളരെ വിനയത്തോടും താഴ്മയോടും അദ്ദേഹത്തിലേക്ക് അഭയം തേടിക്കൊണ്ട് എന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു തരണം എന്ന് അബ്ദുൽ ഖാദർ ജീലാനിയോട് ഈ മരിച്ച ആളുടെ ഭാര്യ ആവശ്യപ്പെട്ടു. അപ്പോ അബ്ദുൽ ഖാദർ ജീലാനി തന്റെ നിരീക്ഷണത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴാ ഈ മരിച്ച ആളുടെ റൂഹുമായി ഗൗസുൽ ആലം അബ്ദുൽ ഖാദർ ജീലാനി വരുന്നു. എന്ത്? ഈ മരിച്ച പെണ്ണിന്റെ ഭർത്താവിന്റെ റൂഹുമായി വന്നിട്ട് അതാരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്? മലക്കുൽ മൗത്തിന്റെ മേൽ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഈ മാലപ്പാട്ടിൽ അസ്രായേൽ എന്നാണ്. അസ്രായേൽ എന്നൊരു മലക്കില്ല, അത് ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്തൊരു പേരാണ്. അസ്രായേൽ എന്ന പേര് മലക്കുൽ മൗത്താണ്. അപ്പൊ റൂഹിനെ പിടിക്കുന്ന മരണത്തിന്റെ മലക്കുകളിൽ നിന്ന് റൂഹിനെ പിടിച്ചുകൊണ്ടുപോയ കൊട്ട തട്ടിയ സംഭവമൊക്കെ ഈ മാലപ്പാട്ട് പറയുന്നത് പല മാലപ്പാട്ടുകളിൽ. അപ്പൊ ഇവിടെ എന്താണ്? ഒരാൾ മരിച്ചിട്ട് അള്ളാഹുവിന്റെ ഖദറനുസരിച്ച് മരിച്ച് മലക്കുകൾ പിടിച്ചുകൊണ്ടുപോയ റൂഹ് തിരികെ കൊണ്ടുവന്ന് തന്റെ മുരീദിന് ജീവൻ കൊടുത്തു. അതെന്താ? റുബൂബിയത്താൻ അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ച്. ഇനി ഇതുപോലെ തന്നെ മആരിജുൽ അൽബാബ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അവരിൽപ്പെട്ട ആളുകൾ രേഖപ്പെടുത്തിയതായി ഇങ്ങനെ കാണാം. ഷെയ്ഖിനെ വിളിക്കാൻ, വലിയനെ, അതായത് ഈ പറയുന്ന ഷെയ്ഖന്മാരെപ്പെട്ട ആളെ, യാ ഖാലിഖൽ വലദ് അല്ലദീ തഖ്ലുഖുഹു മത്ഹൂറുൻ, കുട്ടികളെ സൃഷ്ടിക്കുന്ന വലിയ, ഇത് കുട്ടികളെ തരുന്നത് അല്ലാഹു അല്ല, വലിയനോ പറയാൻ, കുട്ടികളെ തരുന്ന വലിയ, നിങ്ങൾ സൃഷ്ടിക്കുന്ന കുട്ടികളൊക്കെ പരിശുദ്ധിയുള്ളവരാകുന്നു. അതുപോലെ തന്നെ വേറൊരുത്തൻ വലിയനെ വിളിക്കുന്നത് യുഹീൽ മൗത, അയാൾ മരിച്ചവരെ ജീവിപ്പിക്കും. അതുപോലെ തന്നെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആളാകുന്നു, മരിക്കാത്ത ആളാണ് എന്നൊക്കെ വലിയനെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഈ പറയുന്ന മആരിജുൽ അൽബാബ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണാം. ഇനി അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നാൽ അബന്തായി ഗൗസ് അബ്ദുൽ ഖാദർ ജീലാനി, പിന്നെ മുഹമ്മദ് നബി, പിന്നെ അതല്ലാത്ത വലിയകൾ, ഇവരെ കുറിച്ചൊക്കെ ഈ വിശ്വാസമുണ്ട്. ഇനി അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഫുതൂഹുൽ ഗൈബ്, അതിൽ തൗഹീദിന്റെ ഒക്കെ വചനങ്ങളുണ്ട്. നമ്മളെ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ഫുതൂഹുൽ ഗൈബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെയല്ല. അബ്ദുൽ ഖാദർ ജീലാനി ഇവരീ പറയുന്ന വിശ്വാസമുള്ള ആളല്ല. അദ്ദേഹത്തെക്കുറിച്ച് ഫഖീഹ്, പണ്ഡിതനും ഹംബലി
മദ്ഹബുകാരനും നല്ല മനുഷ്യനുമായിട്ടാണ് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ കെട്ടുകഥകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ഉണ്ടാക്കിയത്. ഈ ഫുത്തൂഹുൽ ഗൈബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അവസാനത്തിൽ കുറെ കവിതകൾ എഴുതി ചേർത്തത് കാണാം. ഷെയ്ഖ് പാടി എന്ന് പറഞ്ഞിട്ടാണ് ആരോ എഴുതി ചേർത്താണ്, അദ്ദേഹത്തിന്റേതാണ് എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അത് വായിച്ചു നോക്കിയാൽ ഞാൻ കുറെ വായിച്ചു, പിന്നെ അത് ഒരു പാടുണ്ട്, അപ്പൊ നിർത്തിയതാണ്. അതിലുള്ള ചില വാചകങ്ങൾ പരിശോധിച്ചാൽ ലരീഹി ബൈത്തുല്ലാഹി മൻജാ അസാറഹു ബിഹർവലത്തിൻ യഹ്ലാ ബിഇദ്ദിൻ വരിഫഅത്തിൻ, എന്റെ ലരീഹ, ലരീഹ എന്ന് പറഞ്ഞാൽ ഖബറിടം, ശ്മശാനം, അത് അള്ളാഹുവിന്റെ വീടാണ്. എന്റെ ഖബറാകുന്ന അള്ളാഹുവിന്റെ വീട്ടിൽ സന്ദർശകനായി ആരെങ്കിലും ധൃതിയിൽ വരികയാണെങ്കിൽ, ഹർവല എന്ന് പറഞ്ഞാൽ നടത്തുവല്ല ഓട്ടവുമല്ല, നമ്മൾ മണ്ടിപ്പാച്ചിൽ എന്ന് പറയുന്ന മലപ്പുറം ജില്ല വരെ മണ്ടിപ്പാച്ചിൽ, നടത്തുവല്ല ഓട്ടവുമല്ല, അതിന്റെ ഇടയ്ക്കുള്ള സ്പീഡിൽ നടത്തം. അങ്ങനെ വന്നാൽ അവന് ഇസ്സത്തും ഉന്നതിയും നേടാൻ പറ്റും. എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ കാര്യമനുസരിച്ചാണ്. ഇൻ ഖുൽതു കുൻ യകുൻ, ഞാൻ കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാകും. ഇതാര പണിയാ? അള്ളാന്റെ പണിയാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അള്ളാഹു ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാകും. എന്തുണ്ടാകണം എന്ന് പറഞ്ഞവോ അപ്പുണ്ടാകും. അപ്പൊ അങ്ങനെ എനിക്ക് കഴിയും എന്ന് ഷെയ്ഖ് പറഞ്ഞതായിട്ട് ഇദ്ദേഹത്തിന്റെ ഇയാളുടെ പിന്നെ ദീവാൻ ഖസായിദുകൾ അത് തന്നെ സമാഹരിച്ചത് കാണാം. കുറേ ഉണ്ട് അതിന്റെ അത്. അപ്പൊ ഇതാരാ? അള്ളാഹുവിനെ പോലെ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ കഴിയുന്നവൻ. കാരണം എന്താ? അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോഴാണ് ഈ പറയുന്ന നൗഷാദ് അഹ്സനി ഇപ്പം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഈക്കക്കാര് വല്ലാതെ ഗണ്ണിക്കുന്നത് കണ്ടിട്ടില്ല. ഏപ്പിന്റെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാരാണ്, പേരോടക്കം കുറെ ആളുകൾ അതിനെ ഗണ്ണിക്കുന്നു. അപ്പൊ നൗഷാദ് അഹ്സനി വെറുതെ പറയുന്നതല്ല, ഞാനാണ് യഥാർത്ഥ സുന്നി സമസ്ത എന്ന് നൗഷാദ് അഹ്സനി പറയുന്നത് ഇതുപോലത്തെ പാട്ട് പാടിയിട്ടാണ്. അപ്പൊ അബ്ദുൽ ഖാദർ ജീലാനി പാടിയിട്ടുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ യഥാർത്ഥ സമസ്തക്കാരൻ ആരാ നോക്കണ്ടേ? നൗഷാദ് അഹ്സനിയാണോ, ഈക്കാരാണോ, എപിക്കാരാണോ? കാരണം ഇതുവർക്ക് നിഷേധിക്കാൻ കഴിയില്ല, ഇവരെന്നെ അംഗീകരിക്കുന്നതാണ്. പിന്നെയോ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ്. അതൊക്കെ ഹുക്മി വ ഖുദ്റത്തി, എന്റെ വിധിയും എന്റെ കഴിവുമാകുന്നു. അങ്ങനെ ഞാൻ പരിശുദ്ധ താഴ്വരയിൽ തൂർസീന പർവ്വത്തിനടുത്ത്, ബൈത്തുൽ മഖ്ദിസ് അല്ല, തൂർസീന പർവ്വത വിശുദ്ധ താഴ്വരയിൽ അവിടെ ഞാനിങ്ങനെ ഇരിക്കുമ്പോ അത് സമൗത്തു ബി ഖൽവത്തി, ഞാൻ ഒറ്റക്ക് മേലോട്ട് ഇങ്ങനെ കയറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് കയറിപ്പോയത് മേറാജ് ഒറ്റക്ക് പോയതാ? അല്ല, ജിബ്രീലിന്റെ കൂടെയാണ് കയറിപ്പോയത്. പക്ഷെ ഇവിടെ പറയണ എന്താ? ഇയാളെ കൂടെ ജിബ്രീലൊന്നുമില്ല. കാരണം എന്താ? അള്ളാന്റെ സ്ഥാനത്താണല്ലോ. അപ്പൊ പിന്നെ ഒരു ജിബ്രീലൊന്നും ആവശ്യമില്ല. ബി ഖൽവത്തി, ഞാൻ ഒറ്റക്ക് മേലോട്ട് കയറി. അങ്ങനെ മിൻകുല്ലി ജാനിബിൻ, എല്ലാ ഭാഗത്തു നിന്നും ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ എനിക്ക് തവാഫ് ചെയ്തു. മേലോട്ട് കയറിപ്പോയ അബ്ദുൽ ഖാദർ ജീലാനിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ തവാഫ് ചെയ്തു. അങ്ങനെ ഞാൻ ഫസിർതു ലഹാ അഹ്ലൻ ബിതഹ്ഖീഖി നിസ്ബതി, എന്നിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന എന്റെ ആ ചേർച്ച, ആ പദവി സ്ഥാനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ആളായി മാറി, അതിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിന്റെ ആള് ഞാനായി. അങ്ങനെ കയറിപ്പോയപ്പോ ഞാൻ ഇസ്രാഫീലിനെ കണ്ടു, ലൗഹുൽ മഹ്ഫൂദ് കണ്ടു, മോമനബിയെ കണ്ടു. വശാഹത്തു അൻവാറൽ ജലാലി ബിനളറതി, എന്റെ നോട്ടം കൊണ്ട് ജലാലിന്റെ പ്രകാശങ്ങളെ, അള്ളാഹുവിന്റെ പ്രകാശം പോലും എനിക്ക് കാണാൻ പറ്റി. മൂസാ നബി അള്ളാനെ കാണണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, മൂസാ നബി ആ മലന്റെ മുളക് നോക്കിക്കോ എന്ന് മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു. മൂസാ നബി ബോധം കെട്ട് വീണുന്നാണ് ഒരു വെളിച്ചം വന്നപ്പോഴേക്ക്. അള്ളാനെ കണ്ടില്ല. മൂസാ നബി ബോധം കെട്ട് വീണുന്ന ഖുർആൻ പറയണത്, ബോധരഹിതനായി വീണു. പക്ഷേ അബ്ദുൽ ഖാദർ ജീലാനി മേലോട്ട് കയറി പോയിട്ട് അള്ളാഹുവിന്റെ നൂറ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പാടിയതായി രേഖപ്പെടുത്തുന്നു. അത് മാത്രല്ല, ആകാശ ലോകങ്ങൾ മുഴുവൻ ഞാൻ കണ്ടു. അതിന്റെ മേലെയും ആകാശങ്ങളുടെ മേലെ എന്തുണ്ടോ, ഏഴാകാശത്തിന് അപ്പുറത്തുണ്ടോ, അതൊക്കെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഇനിയോ അർശ്, കുർസി, ഇതൊക്കെ എന്റെ കൈപ്പിടിയില. ഇത് ഈ ചങ്ങായി പറഞ്ഞിട്ടുണ്ട് നൗഷാദ് അഹ്സനി. പിന്നെ നൗഷാദ് അഹ്സനിയെ ന്യായീകരിച്ചുകൊണ്ട് വേറെ ചങ്ങായി, ഈ മലപ്പുറത്തേറാണ്, മലപ്പുറത്തുള്ള ഒരു ചങ്ങായി ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പാട്ടിറക്കി, കുറച്ചു മുന്നേ ഒരു കറുത്ത പിന്നെ തലയെക്കെട്ട് കെട്ടിയിട്ട് ഒരു പാട്ട്. ഈ ചങ്ങായിയാണ് എന്റെ മുമ്പ് ഒരു പാട്ടുണ്ടാക്കി. ഏത്? എന്റെ ഇലാഹാരെന്ന് ചോദിച്ചു. സി എം മടവൂരാണ് ഞങ്ങളെ ഇലാഹ്. മലയാളത്തിൽ ഉണ്ടാക്കിയ പാട്ടാ. സി എം മടവൂരാണ് നമ്മുടെ ഇലാഹ്, റബ്ബ് എന്ന് പറയുന്ന പാട്ട്. അപ്പൊ ഇവിടെ എന്താ പറയണത്? നൗഷാദ് ഹസനി പറഞ്ഞു, അർശും കുർസിയും ഈ ലോകം ഒന്നായിട്ടും ആരുടെ കയ്യിലാണ്? സി എം മടവൂരിന്റെ കയ്യിലാണ്. ഇവിടെ പറഞ്ഞതോ ജീലാനിന്റെ കയ്യിലാണ്. അപ്പൊ എത്ര ആളെ കയ്യിലാ? അർശും കുർസിയും ഫീ ത്വയ്യി ഖബ്ദ്. ത്വയ്യി എന്ന് പറഞ്ഞാൽ ചുരുള് എന്നാണ്. ഫീ ത്വയ്യി ഖബ്ദ്. ഖബ്ദ് എന്നാൽ കൈപ്പിടുത്തം. എന്റെ കൈപ്പിടിയുടെ ചുരുളിൽ, ഈ കൈപ്പിടുത്തത്തിന്റെ ഉള്ളിലാണ് അള്ളാഹുവിന്റെ അർശും കുർസിയും. അള്ളാഹു അർശിന്റെ മീതെയാണെന്ന്. കുർസി അതും അള്ളാഹുവിന്റെ തന്നെ. അപ്പൊ അത് രണ്ടും ബല കണക്ക്
കണക്കിന് ജീലാനിയുടെ കയ്യിൽ, സമസ്തക്കാരുടെ കണക്കിന് ജീലാനിയുടെ കയ്യിലുണ്ട്. ആരുടെ കയ്യിലുണ്ട്? CM മടവൂരിന്റെ കയ്യിലുണ്ട്. അള്ളാഹു എവിടെയാണ്? ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇസ്തിവ എവിടെയാ? പിന്നെ ഈ അള്ളാഹുവിന്റെ രാജ്യങ്ങൾ മുഴുവൻ മുൽക്കി ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ എന്റെ അധികാരമാണ്. അള്ളാഹുവിന്റെ സാമ്രാജ്യം മുഴുവൻ എന്റെ അധികാരമാണ്. നൗഷാദ് ഹസനി പറഞ്ഞത് CM മടവൂരിന്റെ കയ്യിലാണെന്നാണ്. അഖ്താബുഹാ മിൻ തഹ്തി ഹുക്മി വ തഅതി, ഈ പ്രപഞ്ചത്തിന്റെ അഖ്താബുകൾ മുഴുവൻ, നേരത്തെ പറഞ്ഞ ഗൗസുൽ ആലമിന്റെ കീഴിൽ തൊട്ട് താഴെയുള്ള ആളുകളാണ് അഖ്താബ്. ഈ അഖ്താബുകൾ മുഴുവൻ എന്റെ വിധിയുടെ താഴെയാണ്. ഞാൻ കൽപ്പിക്കുന്നത് കേട്ടോളണം, എന്നെ അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സൂര്യൻ ഉദിക്കുന്ന, ചക്രവാളത്തിന്റെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലവും സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലവും പിന്നെ ഈ അള്ളാഹുവിന്റെ ഭൂമിയൊക്കെയും ഞാൻ താണ്ടിക്കിടക്കും. എത്ര സമയത്തിനടുക്ക്? ഈ ഹാലി ഖുത്വത്തി. ഖുത്വ എന്ന് പറഞ്ഞാൽ ഒരു കാലടിയാ. ഒരു കാലടിക്കും പറയും. പിന്നെ ഹത്വ എന്ന് പറഞ്ഞാൽ ഒരു 6 അടി ദൂരത്തിനും പറയും. അപ്പൊ ഏതായാലും ഒരു കാല് ഞാൻ വെക്കുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ഭൂമി മുഴുവനും കിഴക്കും പടിഞ്ഞാറുമൊക്കെ താണ്ടിക്കിടക്കാൻ എനിക്ക് പറ്റുന്നതാണ്. ഒരു കാലടി വെച്ചാൽ ഇത്രയും പറ്റും. അപ്പൊ അത്ര വലിയ സ്പീഡ് പോകണം. അഖ്ലീബുഹാ ഫീ റാഹത്തി കകൂറത്തിൻ, ഒരു പന്ത് ഉരുട്ടുന്നത് പോലെ എന്റെ കയ്യിൽ ഈ പ്രപഞ്ചത്തെ ഞാൻ അഖ്ലീബു ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ്. ഒരു ഗ്ലോബ് പിടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ തിരിച്ചു കാണിച്ചിട്ട് മാഷുമാര് സ്കൂളിൽ അല്ലേ, ചെറിയ ഗ്ലോബ് വലിയ ഗ്ലോബ് മേശപ്പത്തുണ്ടാക്കൂ, എന്നിട്ട് ഇങ്ങനെ കറക്കിയിട്ട് കാണിക്കും. ഇത് ഇയാളുടെ കയ്യിനുള്ളിലാണ്. എന്റെ ഉള്ളം കയ്യിൽ ഈ പ്രപഞ്ചത്തെ ഒരു പന്ത് പോലെ ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുന്നു. അവയെല്ലാമായി ഈ പ്രപഞ്ചത്തെ ഒന്നാക്കൊണ്ട്, അള്ളാഹുവിന്റെ ഭൂമി ഒന്നാകൊണ്ട് ഞാൻ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ, അതിനേക്കാൾ വേഗത്തിൽ ഞാൻ ചുറ്റുന്നവരാകുന്നു. അനഖുതുബു അഖ്താബിൽ വുജൂദി ഹഖീഖത്തൻ, ഈ പ്രപഞ്ചത്തിന്റെ അഖ്താബുകളുടെ കുത്തുബ്, കുത്തുബുൽ അഖ്താബ് എന്നാൽ ഗൗസുൽ ആലം, ഗൗസുൽ താഴെയുള്ള അഖ്താബിന്റെ കുത്തുബ്, ഈ അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്, അത് യഥാർത്ഥത്തിൽ ഞാനാണ്. അലാ സായിരിൽ അഖ്താബി ഖൗലി വ ഹുർമതി, എന്റെ താഴെയുള്ള കുത്തുബുകളൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വ ശിദ്ദത്തിൻ, എല്ലാ പേടിയും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നോട് തവസ്സുലാക്കിക്കോളൂ. ആര്? അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു എന്നാണ്. ഏതൊരു സ്ഥലത്തും എവിടെയും എന്റെ ഹിമ്മത്ത് കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും. എന്റെ മുരീദിന് അവൻ പേടിക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നവൻ ഞാനാകുന്നു. എല്ലാ ഷർറിൽ നിന്നും ഫിത്നയിൽ നിന്നും അവരെ കാക്കുന്നവനും ഞാനാകുന്നു. മുരീദി ഇതാക്കാന ശർഖൻ വ മഗ്രിബ, എന്റെ മുരീദ് എന്നാൽ അബ്ദുൽ ഖാദർ ജീലാനി വിശ്വസിക്കുന്നവൻ കിഴക്കായാലും ശരി പടിഞ്ഞാറായാലും ശരി, ഈ ലോകത്തിന്റെ ഏത് രാജ്യത്തിലൂടെ നടക്കുന്നവനാണെങ്കിലും ഞാൻ അവനെ സഹായിക്കും. അപ്പോ ഇതാർക്കാം? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ അബ്ദുൽ ഖാദർ ജീലാനിക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കും. അതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതുപോലെയാണ് ആറാമത്തെ കാര്യം CM മടവൂർ. അപ്പറഞ്ഞതൊക്കെ ഇവിടെ CM മടവൂരും വലിയ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ CM മടവൂരാണ് എന്ന് സമസ്തക്കാർ വിശ്വസിക്കുന്നു. പിന്നെ രോഗം മാറ്റാൻ, പോയ കിഡ്നി മാറ്റിവെക്കല്ല ഉണ്ടായിക്കൊണ്ടത്, ജയിലിൽ പോയിട്ട് ജയില് തുറന്നിട്ട് ആള് ഇറക്കിക്കൊണ്ടുവന്നത്, വിമാനം തിരിച്ചവൻ, മരിച്ചവരെ ജീവിപ്പിച്ചവൻ, ഇതൊക്കെ എന്താ? റുബൂബിയത്തുള്ള ശിർക്കാണ്. അതായത് മക്ക മുശ്രിക്കുകൾക്കില്ലാത്ത ഒരു വിശ്വാസം ഉലൂഹിയത്തിൽ മാത്രമല്ല റുബൂബിയത്തിലും അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്ന വളരെ ഗുരുതരമായ പിഴവ് സംഭവിച്ച ആളുകളാകുന്നു ആധുനിക മുശ്രിക്കുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒക്കെ ചൊല്ലി ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അംഗീകരിച്ച് പരലോകമുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും സദഖയും നേർച്ചയും ഒക്കെ നിർവഹിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമല്ല, ഇവർ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാവും. മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത വളരെ അപകടം പിടിച്ച 3 കാര്യങ്ങൾ ഈ ആളുകൾക്കുണ്ട്. അപ്പൊ പിന്നെ ഇവരെ